യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ട 7 മൊഴികൾ പ്രധാനമായും ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ നാം ധ്യാനിക്കാറുണ്ട്. ഈ മൊഴികളെല്ലാം തന്നെ വളരെ അർത്ഥവത്തായ സന്ദേശങ്ങൾ നമുക്ക് പകർന്ന് നൽകുന്നവയാണ്. ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23 34 വാക്യം. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിനെ ക്രൂശിക്കാൻ കാരണക്കാരായത് യഹൂദ മത നേതാക്കളും ഇസ്കരിയോത്ത യൂദയും റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് നിയമിച്ച പടയാളികളുമൊക്കെയായിരുന്നു. യഹൂദ മത നേതാക്കൾക്ക് യേശു തങ്ങളെ ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യം, ഇസ്കരിയോത്ത യൂദയ്ക്ക് പണത്തോടുള്ള അത്യാർത്തി, പീലാത്തോസിന് യഹൂദ മത നേതാക്കളെ പിണക്കാനുള്ള മടി. പടയാളികൾ തങ്ങൾക്ക് നൽകപ്പെട്ട കൽപ്പന നിവർത്തിക്കുന്നു. ഇതെല്ലാമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് കാരണമായത്. യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് ഇടത്തേതും കാണിച്ചു കൊടുക്കുക. യേശു താൻ പറഞ്ഞ വാക്കുകൾ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നു. ഇത് നമുക്കുള്ള മാതൃകയാണ്. നമ്മെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അത് അനിവാര്യമായ ഒരു സ്വഭാവ സവിശേഷതയാണ്. തന്നെ ദ്രോഹിക്കുന്നവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് യേശു പറയുന്നു. ഇപ്രകാരം നമ്മെ ദ്രോഹിക്കുന്നവരുടെയും അറിവില്ലായ്മയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് കാരണമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അവരുടെ സ്വഭാവം മാറുമെന്നോ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്നോ ചിന്തിക്കരുത്. പക്ഷേ ഇത്തരം പ്രാർത്ഥനയിലൂടെ അവരോടുള്ള നമ്മുടെ മനോഭാവം, വൈരാഗ്യം, പ്രതികാര ചിന്ത എല്ലാം മാറുകയാണ്. ഇത് നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മൊഴി, ലൂക്കോസ് 23 43 വാക്യം. യേശു അവനോട്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ട മറ്റ് 2 പേരെ ദുഷ്പ്രവർത്തിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവരെ കള്ളന്മാർ എന്നും വിളിച്ചിരിക്കുന്നു. എന്നാൽ അവർ മോഷണക്കുറ്റം ഉള്ളവരായിരുന്നില്ല. കാരണം മോഷണത്തിന് ഒരിക്കലും ക്രൂശീകരണം നൽകുകയില്ല. അവർ റോമാ ഗവൺമെൻറ്റിനെതിരെ വിപ്ലവം നയിച്ചിരുന്ന ആളുകളായിരുന്നിരിക്കണം. എന്നാൽ അവരെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും യേശുവിനെ നടുവിലുമായാണ് ക്രൂശിച്ചത്. ഈ 2 പേർക്കും യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. 2 പേരുടെയും പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. ഒരാളിൽ നിന്ന് ഉയരുന്നത് നിരാശയുടെ സ്വരമാണ്. നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്നു. അവൻ ഭൗതികമായ രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയിൽ നിന്ന് ഉയരുന്നത് അപേക്ഷയുടെ സ്വരമാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. അതിന് മറുപടിയായാണ് യേശു രണ്ടാമത്തെ മൊഴി പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. പറുദീസ എന്നത് ദുഃഖങ്ങളില്ലാത്ത ഒരു സ്ഥലമാണെന്നാണ് കരുതിയിരുന്നത്. ഇതിനെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി ആത്മീയ രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം നിത്യജീവിതമുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. ഇത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമായി. നാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തയും ഭാരവും നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ മൊഴി, യോഹന്നാൻ 19 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. തൻ്റെ കഷ്ടതകൾക്കും വേദനകൾക്കും ഇടയിലും ഉത്തരവാദിത്തങ്ങളെ മറക്കാതെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്ന യേശുവിനെ നാം കാണുന്നു. ഇവിടെ യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്ന യോസേഫിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. യോസേഫ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് അനുമാനിക്കപ്പെടുന്നു. മറിയ വിധവയായിരുന്നു. അവളെ കരുതുവാൻ ആരുമില്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാനെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. യോഹന്നാൻ്റെ അമ്മയെക്കുറിച്ചും അവിടെ ഒന്നും പറയുന്നില്ല. സ്നേഹത്തിനായി അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നിരിക്കണം യോഹന്നാൻ. താൻ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോഴും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായ വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് സംതൃപ്തിയോടെ മരണനിദ്രയിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെ നാം കാണുന്നു. ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് വേർപെടാവുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാനായി വിശ്വസ്തരായ വ്യക്തികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ,
ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കളെ കരുതേണ്ടത് മക്കളുടെ ചുമതലയാണ്. യേശുവിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. നാലാമത്തെ മൊഴി മത്തായി സുവിശേഷം 27 അധ്യായം 46 വാക്യത്തിലും മർക്കോസ് 15 അധ്യായം 34 വാക്യത്തിലുമാണ് കാണുന്നത്. മത്തായി 27 അധ്യായം 46 വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ എലോഹി എലോഹി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലോഹീം എന്ന വാക്ക് ദൈവത്തെ വിളിക്കാൻ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന പദമാണ്. ഏൽ എന്ന വാക്കിന് ഇതുതന്നെയാണ് അർത്ഥം. 9 മണി നേരം എന്നത് വൈകുന്നേരം 3 മണിയാണ്. യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6 മണി മുതലാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഇതിനെ സൂര്യഗ്രഹണം എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. എന്തായാലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു അത്. യേശുവിൽ നിന്ന് ആദ്യമായാണ് ഇത്തരമൊരു നിലവിളി ഉയരുന്നത്. തൻ്റെ പിതാവ് പോലും തന്നെ കൈവിട്ടു എന്ന തോന്നൽ യേശുവിനുണ്ടാകുകയാണ്. ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ഈ നിലവിളി നമ്മിൽ നിന്നും ഒരുപക്ഷെ ഉയർന്നിട്ടുണ്ടാകാം. എന്നാൽ ചില കഷ്ടതകൾ വിജയത്തിൻ്റെ മുന്നോടിയാണെന്നും അത് അനിവാര്യമാണെന്നും നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ ക്രൂശീകരണം അനേകരെ നിത്യജീവനിലേക്ക് നയിക്കാനുള്ള പാത തുറന്നു തന്നു. എന്നാൽ ദൈവം ഒരിക്കലും യേശുവിനെ കൈവിട്ടില്ല. അതൊരു തോന്നൽ മാത്രമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പോക്കുവഴിയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. 5-ാമത്തെ മൊഴി യോഹന്നാൻ 19 അധ്യായം 28 വാക്യം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദാഹം എന്നത് മാനുഷികമായ ഒരു കാര്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് യേശു ഒരു പൂർണ്ണ മനുഷ്യനും കൂടിയായിരുന്നു എന്നാണ്. തലേ ദിവസം രാത്രി മുതൽ നടന്ന ന്യായവിസ്താരത്തിനിടയിലും ക്രൂശീകരണത്തിനിടയിലും യേശുവിന് ഒരു തുള്ളി വെള്ളം പോലും ആരും നിലയിൽ കാണില്ല. കൂടാതെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നും കഠിനമായ വെയിലേറ്റും ധാരാളം ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ ആയപ്പോഴായിരിക്കാം യേശു ഇപ്രകാരം നിലവിളിച്ചത്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാകും. യോഹന്നാൻ 4 അധ്യായം 14 വാക്യം. ഇവിടെ 2 തരം ദാഹത്തെക്കുറിച്ചാണ് യേശു പരാമർശിക്കുന്നത്: ഭൗതികമായ ദാഹവും ആത്മീയമായ ദാഹവും. ശമരിക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നത് ഭൗതിക ദാഹം ശമിപ്പിക്കാനായിരുന്നു. അവളുടെ ജീവിതത്തിലും അവൾ ഭൗതികതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആത്മീയ ദാഹം ശമിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഭൗതിക ദാഹം സ്വാഭാവികമാണ്, എന്നാൽ ആത്മീയ ദാഹം ശമിപ്പിക്കുന്നതിന് നാം മുൻഗണന കൊടുക്കണം. യേശുവിൻ്റെ വാക്കുകൾ തിരുവചന നിവൃത്തി കൂടിയായിരുന്നു. സങ്കീർത്തനം 69 അധ്യായം 21 വാക്യം. യേശുവിൻ്റെ ദാഹം നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചായിരുന്നു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. യേശുവിൻ്റെ ഈ ദാഹം ശമിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലൂടെയുമാണ്. 6-ാമത്തെ മൊഴി യോഹന്നാൻ 19 അധ്യായം 30 വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പടയാളികൾ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. അതിനുശേഷമാണ് 6-ാമത്തെ മൊഴി യേശു ഉച്ചരിക്കുന്നത്. എന്താണ് നിവൃത്തിയെ എന്ന് യേശു പറഞ്ഞത്? തൻ്റെ വരവിൻ്റെ ഉദ്ദേശം നിവൃത്തിയായി. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളുടെ വിമോചനത്തിനും വീണ്ടെടുപ്പിനും വേണ്ടിയായിരുന്നു. തൻ്റെ ക്രൂശമരണത്തിലൂടെ പാപികളായ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. നമുക്ക് രക്ഷയുടെ മാർഗം തുറന്നു തന്നു. യേശുവിന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പ്രത്യേകമായ ദൗത്യങ്ങൾ നിലയിക്കൊണ്ടാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മരണവേളയിൽ നിവൃത്തിയെ എന്ന് സംതൃപ്തിയോടെ പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? യേശുവിന് അത് സാധിച്ചു. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവശബ്ദം ശ്രവിക്കണം. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം സഫലമായി തീരും. 7-ാമത്തെ മൊഴി ലൂക്കോസ് 23 അധ്യായം 46 വാക്യം.
യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇത് യഹൂദന്മാർ ദിവസവും ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. സങ്കീർത്തനം 31 അധ്യായം 5 വാക്യം. യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് ഉറക്കം മരണത്തിന് സമാനമായിരുന്നു. യേശു കർത്താവിൻ്റെ മരണവും ഒരു ഉറക്കത്തിന് സമാനമായിരുന്നു. 2 രാത്രിയും ഒരു പകലും നീണ്ടു നിന്ന ഉറക്കം. അതിനുശേഷം യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ ജീവിതാന്ത്യത്തെങ്കിൽ അതിനെ തിരിച്ചേൽപ്പിക്കേണ്ടത് ദൈവത്തിങ്കലാണ്. യേശുവിന് ഈ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനെ നാം ആരുടെ പക്കലാണ് ഏൽപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പക്കലോ പിശാചിൻ്റെ പക്കലോ? കൂടാതെ സ്വന്തം ആത്മാവിനെ സ്വയം ഏൽപ്പിക്കുവാൻ കഴിയുക എന്നത് വളരെ വിശുദ്ധരായ ചിലർക്ക് മാത്രം സാധ്യമായിരുന്ന കാര്യമായിരുന്നു. സ്വന്തം മരണസമയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് വിശുദ്ധി ആചരിക്കുന്നുവെങ്കിൽ അത് സാധ്യമാകും. നാം ധ്യാനിച്ച മൊഴികളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥവത്തായ ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.